So welcome back to weekly review number 3. കഴിഞ്ഞ മന്ത് നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ മന്തിലും നമ്മൾ എല്ലാ വീക്കിൻ്റെയും റിവ്യൂസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. സോ ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് ടു ഫോളോ അലോങ് ദ ജേർണി. ഈ വീക്ക് നമ്മൾ 75% വിൻ റേറ്റ് ക്ലോസ് ചെയ്തു. അതായത് 4 ട്രേഡ് എടുത്തു, അതിനകത്ത് ഒരു ലൂസിങ് ട്രേഡ് മാത്രം നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് ഐ എം റിയലി ഹാപ്പി വിത്ത് ദിസ് വീക്ക്. മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ മാത്രമേ ട്രേഡ് എടുത്തിട്ടുള്ളൂ. തേഴ്സ്ഡേ ഫ്രൈഡേ സ്കിപ്പ് ചെയ്തതിൻ്റെ റീസൺ NFP വീക്ക് ആയതുകൊണ്ട് ഞാൻ പൊതുവെ NFP വീക്കിൽ തേഴ്സ്ഡേ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ICT ആ ദിവസം ട്രേഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഐ ഡോണ്ട് വോണ്ട് ടു ട്രേഡ്. ഞാൻ എൻ്റെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരേ ഒരു റൂള് ഇതായിരുന്നു. സോ അത് തന്നെ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ 2 ദിവസം ഞാനൊരു ഓഫ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് ആ വീക്കെൻഡ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് കിട്ടും. സോ എനിക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ തേഴ്സ്ഡേ സ്കിപ്പ് ചെയ്യും. സോ NFP എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് ഞാനിവിടെ കൊടുത്തേക്കാം എൻ്റെ ഉള്ളിൽ എന്താണ് NFP എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്ന് തോന്നുന്നത് ട്രേഡ് ചെയ്യാം. ബട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാനത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. സോ ദാറ്റ് ഐ ഡോണ്ട് ലൂസ് മച്ച് മണി ഓൺ ദാറ്റ്. ചില സമയങ്ങളിൽ മാർക്കറ്റ് ഭയങ്കര കൺസോൾട്ടേഷൻ ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ വീക്കിൻ്റെ കേസിൽ തേഴ്സ്ഡേ ആക്ച്വലി നല്ല പ്രൈസ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാനത് വാച്ച് ചെയ്തല്ലാതെ അതിനകത്ത് കെയർ ചെയ്യില്ല. ബിക്കോസ് ദാറ്റ്സ് ഡിസിപ്ലിൻ. നമ്മളൊരു റൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്ത് പോകുക എന്നുള്ളതാണ് മെയിനായിട്ട് ഒരു ട്രേഡർ ചെയ്യേണ്ടത്. പ്ലാൻ ദ ട്രേഡ് ആൻഡ് ട്രേഡ് ദ പ്ലാൻ എന്നാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ അധികം വലിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നോഷൻ ഫയലിലേക്ക് പോകാം. നമുക്ക് ഈ വീക്കിൻ്റെ ഓവറോൾ റിവ്യൂ, വാട്ട് ഐ ഡിഡ് റോങ് ഓൺ ട്യൂസ്ഡേ ആൻഡ് ഹൗ ഐ ഡിഡ് ഗുഡ് ഓൺ മൺഡേ ആൻഡ് വെനസ്ഡേ എന്നുള്ള കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്ത് ഈ വീക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് ഓൾസോ അടുത്ത വീക്ക് എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്നും കൂടെ ജസ്റ്റ് ഒരു ബ്രീഫ് നിങ്ങൾക്ക് തരാം. സോ നമ്മൾ ഈ ആഴ്ച എടുത്തത് ടോട്ടലി 3 ദിവസം മാത്രമേ ട്രേഡ് എടുത്തിട്ടുള്ളൂ. അത് പറഞ്ഞ പോലെ വ്യാഴം വെള്ളി നമ്മൾ സ്കിപ്പ് ചെയ്തു. സോ 3 ദിവസത്തെ 4 ട്രേഡും 3 വിന്നുമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഫസ്റ്റത്തെ ട്രേഡ് നമ്മൾ മൺഡേ ആയതുകൊണ്ട് തന്നെ ലണ്ടൻ സെഷൻ സ്കിപ്പ് ചെയ്തു. ലണ്ടൻ സെഷൻ നമ്മൾ ടേപ്പ് റീഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഒരു 5 മിനിറ്റിൻ്റെ ചേഞ്ചിങ് സ്റ്റേറ്റ് കണ്ടപ്പോഴത്തേനും പ്രൈസ് ബുള്ളിഷ് ആയിരുന്നുകൊണ്ടും താഴത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ് റിയാക്ട് ചെയ്യുന്നതും കൂടെ കണ്ടപ്പം അവിടെ നിന്നൊരു എൻട്രി എടുത്തു. ആൻഡ് 3.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഈ ബൈ സൈഡുമായിട്ട് അലൈൻ ആവുന്നുള്ളതുകൊണ്ട് അവിടെ തന്നെ എക്സിറ്റും കൊടുത്തു. ഇത്ര ട്രേഡ് എടുത്തിട്ടില്ല. ഇതിൻ്റെ ഡയറക്ഷൻ ബുള്ളിഷ് ആയിരുന്നു, അതും കറക്റ്റ് ഡയറക്ഷനിലേക്ക് പോയി. പിന്നെ ന്യൂയോർക്ക് സെഷനിലാണ് നമ്മളൊരു എൻട്രി എടുക്കുന്നത്. ന്യൂയോർക്ക് സെഷനിലെ ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാർഗറ്റായിട്ട് വെച്ചിട്ട് അതിലേക്കൊരു 1:3 RR ട്രേഡ് ഒരു 2.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് അലൈൻ ചെയ്ത് നമ്മളൊരു എൻട്രി എടുത്തു. ഇവിടെ ചേഞ്ച് സ്റ്റേറ്റ് തന്നതിന് ശേഷം ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അത് റിയാക്ട് ചെയ്ത് പ്രൈസ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നതെന്ന് കണ്ടപ്പോഴത്തേനാണ് നമ്മൾ ഇവിടെ നിന്നൊരു എൻട്രി എടുക്കുന്നത്. അവിടുന്ന് നേരെ 1:3 RR നമ്മളൊരു ട്രേഡ് ബുക്ക് ചെയ്തു. ട്യൂസ്ഡേ ആണ് നമ്മൾ അല്പം മണ്ടത്തരം കാണിച്ചൊരു ദിവസം. 2 ട്രേഡ് എടുത്തു. ആദ്യത്തെ ട്രേഡിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു. അത് നമുക്കൊരു ബിയറിഷ് ഡയറക്ഷൻ ആയിരുന്നു. രണ്ടിൽ നമ്മൾ ട്രേഡൊന്നും എടുത്തില്ല. ന്യൂയോർക്ക് സെഷനിലാണ് 2 ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. സോ ആദ്യത്തെ ട്രേഡിൻ്റെ ബിയറിഷ് ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു. നമുക്ക് ഇവിടെ ഒരു 5 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതിനകത്തോട്ട് 9:30 ഓപ്പൺ ആയപ്പോഴത്തേനും പ്രൈസ് അങ്ങോട്ടേക്ക് വന്നത്. അവിടെ നിന്ന് എൻട്രി ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഒരു കോൺഫിഡൻസ് ഇല്ലാഞ്ഞുകൊണ്ട് പ്രൈസ് ഇച്ചിരി മൂവ് ചെയ്തതിന് ശേഷമാണ് എൻട്രി എടുത്തത്. അത് താഴോട്ട് നമ്മളൊരു 1:3 RR വരച്ചിട്ടെങ്കിൽ പോലും പ്രൈസ് കുറച്ച് തിരിച്ച് റീട്രേസ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേനും പാനിക്കായിട്ട് അകത്ത് നിന്ന് അങ്ങ് ഇറങ്ങി. അത് ചെയ്യലായിരുന്നു. ഒരു ട്രേഡിനകത്ത് എൻ്റർ ചെയ്ത് അത് ഒന്നെങ്കിൽ SL അടിക്കുക, അല്ലെങ്കിൽ TP അടിക്കുക, അല്ലെങ്കിൽ ഒരു പകുതി ഇങ്ങനെ ചെന്നിട്ട് ബ്രേക്കിനെ ആക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ അതിനകത്ത് കൺസിഡർ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിൽ നിന്ന് ഇറങ്ങി പ്രൈസ് പിന്നെയും നമ്മുടെ TPയിലേക്ക് മൂവ് ചെയ്തു. ഇവിടെ അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പ്രൈസ് താഴോട്ട് മൂവ് ചെയ്തു. അതിനുശേഷം പ്രൈസിൽ നിന്ന് റീട്രേസ്മെൻറ്റ് എടുക്കുന്ന കണ്ടപ്പോഴത്തേനും 1 മിനിറ്റിലെ ചേഞ്ചിങ് സ്റ്റേറ്റ് കണ്ടിട്ട് അവിടുത്തെ പോയൊരു എൻട്രി അങ്ങ് എടുത്തു മേളിലേക്ക്. ഇവിടെ ബിയറിഷ് ആയിരുന്ന ഡയറക്ഷനിൽ പോലും ബുള്ളിഷ് ബൈസിൽ പോയി എൻട്രി എടുത്താണ് ഏറ്റവും വലിയ മണ്ടത്തിലായി പോയത്. അതവിടെ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് താഴോട്ട് തന്നെ വീണ്ടും പുഷ് ചെയ്തു. അങ്ങനെ ആ ദിവസം റെഡായിട്ട് ക്ലോസ് ചെയ്ത് വന്നു. സോ അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച ലാസ്റ്റ് ട്രേഡ് എടുത്തതും ന്യൂയോർക്ക് സെഷനിലാണ്. നമ്മൾ ആ ലണ്ടൻ സെഷൻ എടുത്തില്ല. അവിടെ ഈ ചെക്ക് ബോക്സ് എല്ലാം കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് എൻട്രി എടുത്തേക്കുന്നത്. 1:3.8 RR. ഇത് പ്രൈസ് ആക്ച്വലി ഡെയിലി ഹൈയിലേക്ക് പോയി. പക്ഷേ നമുക്കിവിടെ ഒരു ഈക്വൽ ഹൈസ് ലണ്ടൻ്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിലേക്ക് പ്രൈസ് വെച്ചു.
ഇവിടെ ഒരു 5 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് റിയാക്ട് ചെയ്യുന്നതും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസ് ഡയറക്ഷൻ കൺഫർമേഷൻ എടുത്തതും അതൊരു എൻട്രി എടുത്തതും. ആൻഡ് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അധികം നേരം വലിച്ച് നീട്ടണമെന്ന് ഓർത്തിട്ട് നമ്മൾ ഈക്വൽ ഹൈസിൽ വെച്ച് തന്നെ ഫുള്ളി ക്ലോസ് ചെയ്തു ട്രേഡ്. സോ ഇതാണ് ഓവറോൾ വീക്കിൻ്റെ പെർഫോമൻസ്. അതിന് കൂടുതൽ വീക്കിലി റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനി അടുത്ത വീക്കിലേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും ഞാനിവിടെ കാണിക്കാം. ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ഫോറക്സ് ഫാക്ടറിയാണ്. ഫോറക്സ് ഫാക്ടറിയിൽ ന്യൂസ് കലണ്ടേഴ്സ് എടുത്ത് അതിനകത്ത് റെഡ് ഫോൾഡർ ന്യൂസിൻ്റെ ബേസിലാണ് ഞാൻ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച CPI ഒക്കെ ഉള്ള ഒരു വീക്കാണ്. സോ അത് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫോറക്സ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ്. ഇതിനകത്ത് കലണ്ടേഴ്സാണ്. അതിനകത്ത് ഈ റെഡ് ഫോൾഡർ ആൻഡ് ഓറഞ്ച് ഫോൾഡറാണ് ഞാൻ മെയിനായിട്ടും ഫിൽറ്റേഴ്സിനകത്ത് ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. മാർച്ചിലെ ഫസ്റ്റ് വീക്കാണ്. ഇവിടെയാണ് നോൺ ഫാം പേറോൾ അല്ലെങ്കിൽ NFP ന്യൂസ് വരുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് വീക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഹോൾ വീക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഫിൽറ്ററിനകത്ത് റെഡ് ഫോൾഡർ, ഓറഞ്ച് ആൻഡ് വൈറ്റ് ഫോൾഡറിൻ്റെ റീസൺ ബാങ്ക് ഹോളിഡേ ഒക്കെ കാണണമെങ്കിൽ വൈറ്റ് ഫോൾഡർ ഓൺ ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. യെല്ലോ ഞാൻ വലിയതായിട്ട് കൺസേൺ ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ USD മാത്രം ടിക്ക് ചെയ്തിട്ട്, ഞാൻ ഗോൾഡ് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ USD മാത്രം ടിക്ക് ചെയ്തിട്ട് ഫിൽറ്റർ അപ്ലൈ ചെയ്യുകയാണ്. സോ ഇന്ത്യൻ ടൈം 7 മണിക്കാണ് ഇവിടെ ന്യൂസ് വന്നിച്ചിരുന്നത്. അതിപ്പോൾ 6 മണിയിലേക്ക് മാറിയിട്ടുണ്ട്. ഡേലൈറ്റ് സേവിങ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ. സോ നെക്സ്റ്റ് വീക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൺഡേ റെഡ് ഫോൾഡർ ന്യൂസ് ഒന്നുമില്ല. ട്യൂസ്ഡേ ഈ ന്യൂസ് ട്രേഡബിൾ ആണ്, ഓക്കെയാണ്. ആൻഡ് വെനസ്ഡേ നമുക്ക് CPI ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ലണ്ടൻ സെഷൻ ട്രേഡ് ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ തേഴ്സ്ഡേയും നമുക്ക് PPI ഉള്ളതുകൊണ്ട് അതും ലണ്ടൻ സെഷൻ ട്രേഡ് ചെയ്യുന്നില്ല. ഫ്രൈഡേയും ലണ്ടനും ന്യൂയോർക്കും ട്രേഡ് ചെയ്യാം, ഓക്കെ എനിക്ക്. സോ ഇതങ്ങനെയായിരിക്കും ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് ട്രേഡ് ചെയ്യുന്നത്. CPI ആൻഡ് PPI ഇതിൻ്റെ ഡേറ്റ റിലീസിന് മുന്നേ ഉള്ള സെഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് കുറച്ച് പൈസ അങ്ങനെ പോയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്യുന്നത്. ഇത് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, ബട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസിൽ ഞാനത് അവോയ്ഡ് ചെയ്യും. സോ ഇതാണ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്ലാൻ. Yeah, that's it guys.